ഓം ശാന്തി 22/9/2024 അവ്യക്ത ബാബ്ദാദ റിവൈസ് കോഴ്സ് 18/1/2002. മുരളിയുടെ ടൈറ്റിലാണ് സ്നേഹത്തിന്റെ ശക്തിയിലൂടെ സമർത്ഥമാകൂ, സർവാത്മാക്കൾക്കും സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. ഇന്ന് സമർത്ഥനായ ബാബ തന്റെ സ്മൃതി സ്വരൂപ സമർത്ഥ സ്വരൂപരായ കുട്ടികളെ കാണുവാനായി വന്നിരിക്കുകയാണ്. ഇന്ന് വിശേഷിച്ച് നാനാഭാഗത്തെയും കുട്ടികളിൽ സ്നേഹത്തിന്റെ അലകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷിച്ച് ബ്രഹ്മബാബയുടെ സ്നേഹത്തിന്റെ ഓർമ്മകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ സ്നേഹം ഓരോ കുട്ടികളുടെയും ഈ ജീവിതത്തിന്റെ വരദാനമാണ്. പരമാത്മാ സ്നേഹം തന്നെ താങ്കൾ എല്ലാവർക്കും പുതിയ ജീവിതം നൽകിയിട്ടുണ്ട്. ഓരോ കുട്ടികളെയും സ്നേഹത്തിന്റെ ശക്തി തന്നെയാണ് ബാബയുടേതാക്കിയത്. ഈ സ്നേഹത്തിന്റെ ശക്തി എല്ലാം സഹജമാക്കി തരുന്നു. എപ്പോൾ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നുവോ അപ്പോൾ ഏതൊരു പരിതസ്ഥിതിയും സഹജമായി അനുഭവം ചെയ്യുന്നു. ബാബ്ദാദയും പറയുന്നു, സദാ സ്നേഹത്തിന്റെ സാഗരത്തിൽ അലിഞ്ഞിരിക്കൂ. സ്നേഹം കുടക്കീഴാണ്. ഈ കുടക്കീഴിനുള്ളിൽ ഒരു മായയുടെയും നിഴൽ പോലും വീഴുകയില്ല. സഹജമായി മായാജീത്താകുന്നു. ആരാണോ നിരന്തരം സ്നേഹത്തിൽ കഴിയുന്നത് അവർക്ക് ഒരു കാര്യത്തിനായും പരിശ്രമിക്കേണ്ടി വരുന്നില്ല. സ്നേഹം സഹജമായി ബാബ് സമാനമാക്കുന്നു. സ്നേഹത്തിൽ എന്തും സമർപ്പിക്കുക സഹജമാകുന്നു. അപ്പോൾ ഇന്നും അമൃതവേള മുതൽ ഓരോ കുട്ടികളും സ്നേഹത്തിന്റെ മാല ബാബയെ അണിയിച്ചു. ബാബയും സ്നേഹി കുട്ടികൾക്ക് തന്റെ സ്നേഹത്തിന്റെ മാല അണിയിച്ചു. ഈ വിശേഷ സ്മൃതി ദിവസത്തിൽ, അതായത് സ്നേഹത്തിന്റെ ദിനത്തിൽ, സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തന്നെ സദാ അലിഞ്ഞിരിക്കൂ. അപ്പോൾ പരിശ്രമത്തിന്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരികയില്ല. ഒന്നുണ്ട് സ്നേഹസാഗരത്തിൽ അലിയുക, മറ്റൊന്ന് സ്നേഹസാഗരത്തിൽ അല്പസമയത്തേക്ക് മുങ്ങി ഉയരുക. അപ്പോൾ പല കുട്ടികളും അലിഞ്ഞിരിക്കുന്നില്ല, പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. അതിനാൽ സഹജമായത് ബുദ്ധിമുട്ടാകുന്നു. അപ്പോൾ അലിയാൻ അറിയാമോ? അലിയുന്നതിൽ തന്നെയാണ് ആനന്ദം. ബ്രഹ്മബാബ സദാ ബാബയുടെ സ്നേഹം ഹൃദയത്തിൽ അലിയിച്ചു. ഇതിന്റെ ഓർമ്മചിഹ്നം കൽക്കത്തയിൽ കാണിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഗംഗ സാഗരത്തിൽ ചേരുന്നു. ഇപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്, ബാബയുടെ സ്നേഹത്തിന്റെ തെളിവ് സമാനമാകുന്നതിൽ കാണിക്കൂ. സദാ സങ്കല്പത്തിൽ സമർത്ഥമാകണം. ഇനി വ്യർത്ഥത്തിന്റെ സമാപ്തി ആഘോഷം ആചരിക്കൂ. എന്തെന്നാൽ വ്യർത്ഥം സമർത്ഥമാകുവാൻ അനുവദിക്കുകയില്ല. ഏതുവരെയും താങ്കൾ നിമിത്തമായിട്ടുള്ള കുട്ടികൾ സദാ സമർത്ഥമാകുന്നില്ലയോ അപ്പോൾ വിശ്വത്തിലെ ആത്മാക്കൾക്ക് സമർത്ഥത എങ്ങനെ നൽകും? സർവാത്മാക്കളും ശക്തികളിൽ തീർത്തും കാലിയാണ്. ശക്തികളുടെ യാചകരായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള യാചക ആത്മാക്കളെ, അല്ലയോ സമർത്ഥാത്മാക്കളെ, അവരെ ഈ യാചകത്വത്തിൽ നിന്ന് മുക്തമാക്കൂ. ആത്മാക്കൾ താങ്കൾ സമർത്ഥാത്മാക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേ മുക്തിദാതാവിന്റെ മക്കൾ, മാസ്റ്റർ മുക്തിദാതാവേ, ഞങ്ങൾക്ക് മുക്തി നൽകൂ. എന്താ ഈ ശബ്ദം താങ്കളുടെ കാതുകളിൽ വീഴുന്നില്ലേ? കേൾക്കാൻ സാധിക്കുന്നില്ലേ? ഇപ്പോൾ വരെയും എന്താ അവനവനെ തന്നെ മുക്തമാക്കുന്നതിൽ ബിസിയാണോ? വിശ്വത്തിലെ ആത്മാക്കളെ പ്രതി തന്റെ പരിധിയില്ലാത്ത സ്വരൂപം
മാസ്റ്റർ മുക്തിദാതാവാകുന്നതിലൂടെ സ്വയം തന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സ്വതവേ തന്നെ മുക്തമായി തീരും. ഇനി സമയമായി ആത്മാക്കളുടെ വിളി കേൾക്കാൻ. വിളി കേൾക്കാൻ കഴിയുന്നുണ്ടോ അതോ ഇല്ലയോ? പരവശ ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി നൽകൂ. ഇതാണ് ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുക. ഇന്ന് വിശേഷിച്ച് ബ്രഹ്മബാബയെ കൂടുതൽ ഓർമ്മിച്ചുവല്ലോ. ബ്രഹ്മബാബയും എല്ലാ കുട്ടികളെയും സ്മൃതിയുടെയും സമർത്ഥതയുടെയും സ്വരൂപത്തിൽ ഓർമ്മിച്ചു. പല കുട്ടികളും ബ്രഹ്മബാബയുമായി ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ട് മധുരമധുരമായി പരാതിയും പറഞ്ഞു. അങ്ങ് ഇത്ര വേഗം എന്തിനു പോയി? മറ്റൊരു പരാതി നൽകി. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാ കുട്ടികളോടും വിട പറഞ്ഞുകൊണ്ട് പോയില്ല? അപ്പോൾ ബ്രഹ്മബാബ പറഞ്ഞു, ഞാനും ശിവബാബയോട് ചോദിച്ചു, എന്നെ പെട്ടെന്ന് എന്തിനു വിളിച്ചു? അപ്പോൾ ബാബ പറഞ്ഞു, അഥവാ താങ്കളോട് വിട പറഞ്ഞിട്ട് വരൂ എന്ന് പറയുകയാണെങ്കിൽ എന്താ താങ്കൾക്ക് കുട്ടികളെ വിടുവാൻ കഴിയുമായിരുന്നോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് താങ്കളെ വിടുവാൻ കഴിയുമായിരുന്നോ? താങ്കൾ അർജുനന്റെ ഓർമ്മ ചിഹ്നമേ ഇതാണ്. അന്തിമത്തിൽ നഷ്ടമോഹ സ്മൃതി സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ബ്രഹ്മബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്ഭുതമായിരുന്നു. കുട്ടികൾ പോലും മനസ്സിലാക്കിയില്ല, പോവുകയാണ്. ബ്രഹ്മാവും മനസ്സിലാക്കിയില്ല, പോവുകയാണ്. മുന്നിലുണ്ടായിരുന്നിട്ടും ഇരുഭാഗവും നിശബ്ദരായിരുന്നു. എന്തെന്നാൽ സമയമനുസരിച്ച് സൺ ഷോസ് ഫാദറിന്റെ പാർട്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് പറയുന്നത് ആഹാ ഡ്രാമ. ആഹാ, സേവനത്തിന്റെ പരിവർത്തനം വിധിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. ബ്രഹ്മബാബയ്ക്ക് കുട്ടികളുടെ നട്ടെല്ലായി മാറണമായിരുന്നു. അപ്പോൾ അവ്യക്ത രൂപത്തിൽ തീവ്ര സേവനത്തിന്റെ പാർട്ട് തന്നെ അഭിനയിക്കണമായിരുന്നു. വിശേഷിച്ചെന്ന് ഡബിൾ വിദേശികൾ വളരെ മധുരമധുരമായ പരാതികൾ നൽകിയിട്ടുണ്ട്. ഡബിൾ വിദേശികൾ പരാതി പറഞ്ഞോ? ഡബിൾ വിദേശികൾ ബ്രഹ്മബാബയോട് പറഞ്ഞു, വെറും 2-3 വർഷം കൂടി അങ്ങ് നിന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പോൾ ബ്രഹ്മബാബ ചിരിയോടെ പറഞ്ഞു, അപ്പോൾ ഡ്രാമയോട് പറയൂ, ഡ്രാമ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു? എന്നാൽ ഈ ലാസ്റ്റ് സോ ഫാസ്റ്റിന്റെ ഉദാഹരണം ആവുക തന്നെ വേണമായിരുന്നു. ഭാരതത്തിലാകട്ടെ വിദേശത്താകട്ടെ. അതിനാൽ ഇപ്പോൾ ലാസ്റ്റ് സോ ഫാസ്റ്റിന്റെ പ്രത്യക്ഷ തെളിവ് കാണിക്കൂ. ഇന്ന് സമർത്ഥ ദിവസം ആചരിച്ചതുപോലെ ഇങ്ങനെ തന്നെ ഇനി ഓരോ ദിവസവും സമർത്ഥ ദിവസമാകണം. ഒരു തരത്തിലും ഉള്ള ഇളക്കം ഉണ്ടാകാൻ പാടില്ല. ബ്രഹ്മബാബ ഇന്ന് 3 വാക്കുകളിൽ ശിക്ഷണം നൽകി. ബ്രാക്കറ്റിൽ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ഈ 3 വാക്കുകളുടെയും ശിക്ഷാസ്വരൂപമാകൂ. മനസ്സ നിരാകാരി, വാച നിരഹങ്കാരി, കർമ്മണ നിർവികാരി. സെക്കൻഡിൽ സാകാര സ്വരൂപത്തിൽ വരൂ. സെക്കൻഡിൽ നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ഈ അഭ്യാസം മുഴുവൻ ദിവസത്തിൽ വീണ്ടും വീണ്ടും ചെയ്യൂ. ഇങ്ങനെയല്ല കേവലം ഓർമ്മയിലിരിക്കുന്നതിന്റെ സമയം നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുക. എന്നാൽ ഇടയ്ക്കിടെ സമയമെടുത്ത് ഈ ദേഹബോധത്തിൽ നിന്ന് വേറിട്ട് നിരാകാരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. എന്ത് കാര്യവും ചെയ്തോളൂ. കാര്യം ചെയ്തുകൊണ്ടും ഈ അഭ്യാസം ചെയ്യൂ. ഞാൻ നിരാകാരി ആത്മാവ് ഈ സാകാര കർമ്മേന്ദ്രിയങ്ങളുടെ ആധാരത്തിലൂടെ കർമ്മം ചെയ്യിക്കുകയാണ്. നിരാകാരി സ്ഥിതി ചെയ്യിക്കുന്ന ആളുടെ, അതായത് ആത്മാവിന്റെ സ്ഥിതിയാണ്. കർമ്മേന്ദ്രിയങ്ങൾ ചെയ്യുന്ന ആളാണ്.
ആത്മാവ് ചെയ്യിക്കുന്ന ആളാണ്. അപ്പോൾ നിരാകാരി ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ നിരാകാരിയായ ബാബയെ സ്വതവേ ഓർമ്മ വരുന്നു. ബാബ എങ്ങനെയാണോ ചെയ്യിക്കുന്നയാൾ, അതുപോലെ ആത്മാവായ ഞാനും ചെയ്യിക്കുന്ന ആളാണ്. അതിനാൽ കർമ്മത്തിന്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുകയില്ല, വേറിട്ടിരിക്കും. എന്തെന്നാൽ കർമ്മത്തിന്റെ ബന്ധനത്തിൽ കുടുങ്ങുന്നതിലൂടെ തന്നെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. മുഴുവൻ ദിവസത്തിൽ പരിശോധിക്കൂ, ചെയ്യിക്കുന്ന ആത്മാവായി കർമ്മം ചെയ്യുകയാണോ? നല്ലത്. ഇപ്പോൾ മുക്തി നൽകുന്ന കാര്യം തീവ്രമാക്കൂ. നല്ലത്. ഇത്തവണ ആരാണോ ഈ കൽപ്പത്തിൽ ആദ്യമായി വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. അപ്പോൾ പുതിയതായി വരുന്ന കുട്ടികൾക്ക് ബാപ്ദാദ വിശേഷിച്ച് സ്നേഹസ്മരണകൾ നൽകുകയാണ്. സമയത്ത് ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയിൽ നിന്ന് സമ്പത്ത് നേടുന്നതിനുള്ള അധികാരിയായി മാറിയിരിക്കുന്നു. സദാ സ്വന്തം ഭാഗ്യം ഓർമ്മ വയ്ക്കുക. ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശരി, ഡബിൾ വിദേശികൾ കൈ ഉയർത്തു. വളരെ നല്ലത്. ഡബിൾ വിദേശികളോട് ബാപ്ദാദ പറയുന്നു, ബ്രഹ്മാവിന്റെ സങ്കല്പത്തിന്റെ രചനകളാണ്. ഒന്നുണ്ട് നേരിട്ട് മുഖത്തിലൂടെയുള്ള വംശാവലി, മറ്റൊന്ന് സങ്കല്പത്തിലൂടെയുള്ള വംശാവലി. അപ്പോൾ സങ്കല്പശക്തി വളരെ മഹത്താകുന്നു. സങ്കല്പശക്തി തീവ്രമാണ് എന്ന പോലെ ഇങ്ങനെ തന്നെ താങ്കളുടെ രചന ഡബിൾ വിദേശികൾ ഫാസ്റ്റ് പുരുഷാർത്ഥവും ഫാസ്റ്റ് പ്രാലബ്ധവും അനുഭവം ചെയ്യുന്നവരാണ്. അതിനാൽ മുഴുവൻ ബ്രാഹ്മണ പരിവാരത്തിൽ ഡബിൾ വിദേശികൾ ഡബിൾ സിഖിലതെ ആണ്. ഭാരതത്തിലെ സഹോദരീ സഹോദരന്മാർ താങ്കളെ കണ്ട് സന്തോഷിക്കുന്നു. ആഹാ ഡബിൾ വിദേശികളെ, ആഹാ. ഡബിൾ വിദേശികൾക്ക് സന്തോഷമാകുന്നില്ലേ? എത്ര സന്തോഷമുണ്ട്! വളരെയുണ്ടോ? തുലനം ചെയ്തു നോക്കാൻ ഇങ്ങനെ ഒരു സാധനവുമില്ല. ഡബിൾ വിദേശത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. നല്ലതാണ് ഈ സയൻസിന്റെ സാധനങ്ങൾ. താങ്കൾക്ക് പരിധിയില്ലാത്ത സേവനം ചെയ്യുന്നതിൽ വളരെ സഹായം നൽകുന്നു. സഹജമായി സേവനം ചെയ്യിക്കുന്നു. താങ്കളുടെ സ്ഥാപനയുടെ കണക്ഷനിലൂടെ തന്നെ ഈ സയൻസിന്റെയും തീവ്രഗതി ഉണ്ടായിരിക്കുന്നു. ശരി, എല്ലാ പാണ്ഡവരും സമർത്ഥരല്ലേ? ദുർബലർ അല്ലല്ലോ. എല്ലാവരും സമർത്ഥരല്ലേ? ശക്തികളോ ബാബയ്ക്ക് സമാനമാണോ? ശക്തി സേനയാകണം. ശക്തികളുടെ ശക്തി മായാജീത്ത് ആക്കുന്നതാണ്. ശരി, ഇന്ന് വിശേഷ അലങ്കാരം ചെയ്യുന്നവരും വന്നിട്ടുണ്ട്. ബ്രാക്കറ്റിൽ കൽക്കത്തയിലെ സഹോദരീ സഹോദരന്മാർ പുഷ്പവുമായി വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലവും പുഷ്പങ്ങളാൽ വളരെ നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതും സ്നേഹത്തിന്റെ ലക്ഷണമാണ്. നല്ലതാണ്. തന്റെ സ്നേഹത്തിന്റെ തെളിവ് നൽകി. ശരി, ടീച്ചർമാർ കൈ ഉയർത്തു. ഓരോ ഗ്രൂപ്പിലും ധാരാളം ടീച്ചേഴ്സ് വരുന്നുണ്ട്. ടീച്ചർമാർക്ക് നല്ല അവസരം ലഭിക്കുന്നു. സേവനത്തിന്റെ പ്രത്യക്ഷ ഫലം ലഭിക്കുന്നു. നല്ലതാണ്. ഇപ്പോൾ തന്റെ ഫീച്ചേഴ്സിലൂടെ, അതായത് സ്വരൂപത്തിലൂടെ എല്ലാവർക്കും ഫ്യൂച്ചറിന്റെ, ഭാവിയുടെ സാക്ഷാത്കാരം ചെയ്യിക്കൂ. കേട്ടോ എന്ത് ചെയ്യണമെന്ന്? ശരി, മധുബൻകാർ കൈ ഉയർത്തു. വളരെ നല്ലത്. മധുബൻകാർക്ക് ധാരാളം അവസരം ലഭിക്കുന്നു. അതിനാൽ ബാപ്ദാദ പറയുന്നു, മധുബൻകാർ ആത്മീയ ചാൻസലർമാരാണ്. ചാൻസലർ അല്ലേ? സേവനം ചെയ്യേണ്ടി വരും. എന്നാലും എല്ലാവരെയും മധുബൻ നിവാസികൾ സംപ്രീതരാക്കിയെടുക്കുന്നുണ്ടല്ലോ. അതിനാൽ ബാപ്ദാദ മധുബൻകാരെ ഒരിക്കലും മറക്കുന്നില്ല. മധുബൻ നിവാസികളെ
പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. മധുബൻകാരെ എന്തിനോർമ്മിക്കുന്നു? എന്തെന്നാൽ മധുബൻകാർ ബാബയുടെ സ്നേഹത്തിൽ ഭൂരിപക്ഷം പാസാണ്. ഭൂരിപക്ഷത്തിനും ബാബയോട് മുറിയാത്ത സ്നേഹമാണ്. കുറഞ്ഞവരല്ല മധുബൻകാർ, വളരെ നല്ലതാണ്. ഇൻഡോർ സോണിന്റെ സേവാധാരികൾ വന്നിട്ടുണ്ട്. ഇൻഡോർ സോൺകാർ കൈ ഉയർത്തു. ധാരാളമുണ്ട്, നല്ലത്. സേവനം ചെയ്യുക അർത്ഥം സമീപം വരുന്നതിന്റെ ഫലം കഴിക്കുക. സേവനത്തിന്റെ അവസരം എടുക്കുക അർത്ഥം പുണ്യം ശേഖരിക്കുക, ആശീർവാദങ്ങൾ ശേഖരിക്കുക. അപ്പോൾ എല്ലാ സേവാധാരികളും തന്റെ പുണ്യത്തിന്റെ സമ്പാദ്യം ശേഖരിച്ചു. ഈ ആശീർവാദങ്ങൾ അഥവാ പുണ്യം എക്സ്ട്രാ ലിഫ്റ്റിന്റെ ജോലി ചെയ്യുന്നു. നല്ലത്. ദേശത്തും വിദേശത്തും ആര് ദൂരെ ഇരുന്നു കൊണ്ടും സമീപത്താണോ എല്ലാ കുട്ടികൾക്കും ബാബ്ദാദ സ്നേഹത്തിന്റെ ദിവസത്തിന്റെ പകരമായി കോടി മടങ്ങ് സ്നേഹത്തിന്റെ സ്നേഹസ്മരണ നൽകുകയാണ്. ബാബ്ദാദ കാണുകയാണ് എവിടെ എന്ത് നടക്കുന്നുവോ, എവിടെ എന്ത് സമയമാണോ എല്ലാവരും തെളിഞ്ഞ ജ്യോതിയായി അക്ഷീണരായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളുടെ സന്തോഷം കാണുകയാണ്. പറയൂ, എല്ലാവരും സന്തോഷത്തിൽ നൃത്തം ചെയ്യുകയല്ലേ? എല്ലാവരും തലയാട്ടുകയാണ്. അതേ ബാബ. ജനക് കുട്ടിയും വളരെ മധുരമധുരമായി പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ബാബയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എത്ര പേരുടെ പേരെടുത്ത് പറയും? അനേകം കുട്ടികളുണ്ട്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിയും തന്റെ പേരിൽ വ്യക്തിപരമായി സ്നേഹസ്മരണ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ശരി, ഇപ്പോൾ ഒരു സെക്കൻഡിൽ നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ലിവിംഗ് വാല്യൂസിന്റെ ട്രെയിനിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, സേവനത്തിന്റെ മാർഗമാണ്. ലിവിംഗ് വാല്യൂ ചെയ്യിച്ച് തന്റെ ലവ്ലി ലിവിംഗിന്റെ അഭ്യാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ശരി, ബാബ്ദാദ ഇന്ന് ഒരു കാര്യം ഗുൽസാർ കുട്ടിയോട് പറയുകയായിരുന്നു. വിശേഷ ആശംസ നൽകുകയായിരുന്നു. ബ്രഹ്മ ശരീരത്തിന്റെ സേവനം ഈ രഥം പോലും 33 വർഷം പൂർത്തിയാക്കി. ഇതും ഡ്രാമയിലെ പാർട്ടാണ്. ബാബയുടെ സഹായവും കുട്ടിയുടെ ധൈര്യവും രണ്ടും ചേർന്ന് പാർട്ട് അഭിനയിക്കുന്നു. നല്ലത്. സർവരും സദാ സ്നേഹത്തിന്റെ സാഗരത്തിൽ അലിഞ്ഞുകൊണ്ട് സദാ സ്നേഹത്തിൽ ലവ്ലീനമായി ഇരിക്കുന്നു. സദാ ചെയ്യിക്കുന്ന ആത്മാസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് സദാ 3 വാക്കുകളുടെ ശിവമന്ത്രത്തെ പ്രത്യക്ഷ ജീവിതത്തിൽ കൊണ്ടുവരുന്ന, സദാ ബാബയ്ക്ക് സമാനം മാസ്റ്റർ മുക്തി ദാതാവായി വിശ്വത്തിലെ ആത്മാക്കൾക്ക് മുക്തി നൽകുന്ന ഇങ്ങനെയുള്ള സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. ദാദിജിയോട് ഇന്നത്തെ ദിവസം ബാബ കുട്ടികളെ വിശേഷിച്ച് വിശ്വത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി. ബാബ ചെയ്യിക്കുന്നവനായി കുട്ടികളെ ചെയ്യുന്നവരാക്കി. നല്ലതാണ്. ഈ സ്നേഹത്തിന്റെ അല എല്ലാവരെയും അലിയിക്കുന്നു. ശരി, ഈ ശരീരത്തെ നടത്തിക്കുവാനുള്ള വിധിയും അറിഞ്ഞല്ലോ. നടത്തിച്ച് ബാബ് സമാനം അവ്യക്തമായി മാറും. സഹജ പുരുഷാർത്ഥമാണ് ആശീർവാദങ്ങൾ. മുഴുവൻ ദിവസത്തിൽ ആരും നീരസത്തിലല്ല. എല്ലാവരുടെയും ആശീർവാദങ്ങൾ ലഭിക്കട്ടെ. ഇതാണ് ഫസ്റ്റ് ക്ലാസ് പുരുഷാർത്ഥം. സഹജവുമാണ്, ഫസ്റ്റുമാണ്. ശരിയല്ലേ? ശരീരം എങ്ങനെയായാലും പക്ഷെ ആത്മാ ശക്തിശാലി ആണല്ലോ. അപ്പോൾ താങ്കൾ എല്ലാ കുട്ടികളും 14 വർഷം തപസ്യ ചെയ്തുവല്ലോ.
ആ തപസ്യയുടെ ബലം സേവനം ചെയ്യിക്കുകയാണ്. ഇപ്പോൾ താങ്കളുടെ ധാരാളം കൂട്ടുകാർ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല സേവനത്തിന്റെ കൂട്ടുകാരാണ്. താങ്കളെ കണ്ട് സന്തോഷിക്കുന്നു. ഇത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ശരി, വരിഷ്ഠരായ മുതിർന്ന സഹോദരന്മാരോട് ഡ്രാമയനുസരിച്ച് സേവനത്തിന്റെ എന്ത് പദ്ധതിയാണ് ഉണ്ടാക്കുന്നത്, അത് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും സദാ സംഘടനയിൽ സ്നേഹം, ആശീർവാദം നേടുന്നതിനു വേണ്ടി ബാലകനിൽ നിന്ന് അധികാരിയുടെ പാഠം പക്കായാക്കി പരസ്പരം മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് പരസ്പര അഭിപ്രായങ്ങൾക്കും ബഹുമാനം നൽകിക്കൊണ്ട് മുന്നോട്ടുയരുന്നുവെങ്കിൽ സഫലത തന്നെ സഫലതയാണ്. സഫലത ഉണ്ടാകേണ്ടത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആരാണോ നിമിത്താത്മാക്കൾ, അവരെ വിശേഷിച്ച് സ്നേഹത്തിന്റെ ബന്ധത്തിൽ കൊണ്ടുവരിക. ഇത് എല്ലാവരുടെയും പുരുഷാർത്ഥം തീവ്രമാക്കലാണ്. സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം. എവിടെയാണോ നിസ്വാർത്ഥ സ്നേഹമുള്ളത്, അവിടെ ബഹുമാനം നൽകുകയും ചെയ്യും, നേടുകയും ചെയ്യും. വർത്തമാന സമയം സ്നേഹത്തിന്റെ മാലയിൽ എല്ലാവരെയും ഓർക്കുക. ഇതാണ് വിശേഷാത്മാക്കളുടെ കാര്യം. ഇതിലൂടെ തന്നെ സ്നേഹത്തിന് സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യിക്കാൻ കഴിയും. ജ്ഞാനം ഓരോരുത്തരുടെയും പക്കലുണ്ട്. എന്നാൽ സ്നേഹം എങ്ങനെയുള്ള സംസ്കാരമുള്ള ആത്മാക്കളെയും സമീപത്ത് കൊണ്ടുവരുന്നു. കേവലം സ്നേഹത്തിന്റെ 2 വാക്ക് സദാ അവരുടെ ജീവിതത്തിന്റെ ആശ്രയമായി മാറുന്നു. നിസ്വാർത്ഥ സ്നേഹം എത്രയും വേഗം മാല തയ്യാറാക്കി തരുന്നു. ബ്രഹ്മബാബ എന്താണ് ചെയ്തത്? സ്നേഹത്തിലൂടെ തന്റേതാക്കി. അപ്പോൾ ഇന്ന് ഇതിന്റെ ആവശ്യമാണ്. ഇങ്ങനെയല്ലേ? ബ്രാക്കറ്റിൽ സോനിപത്തിൽ മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ അനുഭൂതി ചെയ്യിക്കുന്നതിന് വേണ്ടി സാധനങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും സങ്കല്പങ്ങളെ, അഭിപ്രായങ്ങളെ വിശേഷിച്ചും ഭൂരിപക്ഷം ആളുകൾ സ്വീകരിക്കുന്നത് തയ്യാറാക്കൂ. അനുഭൂതി സ്വരൂപമാകുമ്പോഴാണ് അനുഭൂതി ചെയ്യിക്കാൻ സാധിക്കുക. ശരി. വരദാനം: ദൃഢതയുടെ ശക്തിയിലൂടെ സഫലത പ്രാപ്തമാക്കുന്നവരായ ത്രികാലദർശി ആസനധാരിയായി ഭവിക്കട്ടെ. ദൃഢതയുടെ ശക്തി ശ്രേഷ്ഠ ശക്തിയാണ്. ആലസ്യത്തിന്റെ ശക്തി സഹജമായി പരിവർത്തനപ്പെടുത്തി തരുന്നു. ബാബ് ദാദയുടെ വരദാനമാണ്: എവിടെ ദൃഢതയുണ്ടോ അവിടെ സഫലതയുണ്ട്. കേവലം സമയമനുസരിച്ച് വിധിയോടെ സിദ്ധി സ്വരൂപമാകൂ. ഏതൊരു കർമ്മം ചെയ്യുന്നതിനു മുൻപും അതിന്റെ ആദി, മധ്യ, അന്ത്യത്തെ ആലോചിച്ചു മനസ്സിലാക്കി കാര്യം ചെയ്യൂ, ചെയ്യിപ്പിക്കൂ. അതായത് ത്രികാലദർശി സിംഹാസനധാരിയാകൂ. എങ്കിൽ ആലസ്യം സമാപ്തമാകും. സങ്കല്പമാകുന്ന ബീജം സത്യശാലി, ദൃഢതാസമ്പന്നമാകണം. എങ്കിൽ വാക്കിലും കർമ്മത്തിലും സഹജമായി സഫലതയുണ്ട്. സ്ലോഗൻ: സദാ സന്തുഷ്ടമായി സർവരെയും സന്തുഷ്ടമാക്കുന്നവരാണ് സന്തുഷ്ടമണി. ഓം ശാന്തി.